നമസ്കാരം. പ്രധാന വാർത്തകൾ. കവടിയാർ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അദൃശ്യ കൈകൾ. അലമാര തുറന്നപ്പോൾ കണ്ടത് ശൂന്യമായ പെട്ടികൾ. കോടികളുടെ വജ്രക്കൊള്ള. തിരുവനന്തപുരം. ചരിത്രമുറങ്ങുന്ന കവടിയാർ കൊട്ടാരത്തിന്റെ അതീവ സുരക്ഷയുള്ള അകത്തളങ്ങളിൽ അദൃശ്യമായ കള്ളന്റെ കൈകൾ പതിഞ്ഞു. രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിയുടെ ശേഖരത്തിലുണ്ടായിരുന്ന ഏകദേശം 2 കിലോയോളം സ്വർണ്ണാഭരണങ്ങളും വിലമതിക്കാനാവാത്ത വജ്രങ്ങളുമാണ് കവർന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടി രൂപയ്ക്കും മുകളിൽ മൂല്യമുള്ള പുരാതന ശേഖരമാണ് നഷ്ടപ്പെട്ടത്. നാടകീയമായ ആ നിമിഷം. വെളുപ്പാൻകാലത്തെ ആ ഞെട്ടൽ. ഇന്ന് മെയ് 3 ഞായറാഴ്ച വെളുപ്പാൻകാലത്താണ് മോഷണ വിവരം അതീവ നാടകീയമായി പുറം ലോകമറിയുന്നത്. ഇന്ന് പുലർച്ചെ ഒരു ചടങ്ങിനായി ആഭരണങ്ങൾ എടുക്കാൻ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി അലമാര തുറന്നതായിരുന്നു. ഭദ്രമായി പൂട്ടിയിരുന്ന ഇരുമ്പ് അലമാരയ്ക്കുള്ളിലെ ആഭരണപ്പെട്ടികൾ ഓരോന്നായി തുറന്നപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. വർഷങ്ങളായി സംരക്ഷിച്ചുപോന്ന അമൂല്യശേഖരങ്ങൾ ഒന്നടങ്കം അപ്രത്യക്ഷമായിരിക്കുന്നു. പെട്ടികൾ ശൂന്യമായ നിലയിലായിരുന്നു. ദുരൂഹതയുടെ നിഴലിൽ അലമാരയുടെ താക്കോൽ. ഏറ്റവും വിചിത്രമായ കാര്യം, അലമാരയുടെ പൂട്ടുകൾ തകർക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന താക്കോലുകൾ ഉപയോഗിച്ച് തന്നെയാണ് അലമാര തുറന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. കൊട്ടാരത്തിന്റെ ഓരോ ചുവരുകളും ഓരോ വഴികളും മനഃപ്പാഠമായ ആരെങ്കിലും തന്നെയാണോ ഈ നീചകൃത്യത്തിന് പിന്നിലെന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. കൊട്ടാരത്തിന്റെ 1-ാം നിലയിലുള്ള സ്വകാര്യ മുറിയിലേക്ക് കടക്കാൻ അധികാരമുള്ള വിശ്വസ്തരായ ജീവനക്കാരിലേക്ക് അന്വേഷണം നീളുകയാണ്. നഷ്ടപ്പെട്ടത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിളക്കം. കിലോക്കണക്കിന് ഭാരമുള്ള പുരാതന സ്വർണ്ണമാലകൾ, ചരിത്രപ്രസിദ്ധമായ രത്നങ്ങൾ പതിച്ച കിരീടശോഭയുള്ള ആഭരണങ്ങൾ, അത്യപൂർവമായ വൈരക്കല്ലുകൾ പതിച്ച വളകളും മോതിരങ്ങളും, കൊട്ടാരക്കെട്ടിനുള്ളിലെ വിള്ളലുകൾ. ജീവനക്കാർ നിരീക്ഷണത്തിൽ. പുറത്തുനിന്നൊരാൾക്ക് കൊട്ടാരത്തിന്റെ സുരക്ഷാ വലയം ഭേദിക്കണമെങ്കിൽ സാഹസികമായ ശ്രമങ്ങൾ വേണം. എന്നാൽ ഇവിടെ യാതൊരു ബഹളവുമില്ലാതെ, മുറികൾ തകർക്കാതെ നടന്ന കൊള്ള ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വൻ ജാഗ്രതക്കുറവിലേക്കോ വിശ്വാസവഞ്ചനയിലേക്കോ ആണ് വിരൽ ചൂണ്ടുന്നത്. മ്യൂസിയം പോലീസും സ്പെഷ്യൽ സ്ക്വാഡും കൊട്ടാരത്തിലെ ജീവനക്കാരുടെ ഫോൺ രേഖകളും കഴിഞ്ഞ മാസങ്ങളിലെ ഇവരുടെ നീക്കങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. കവടിയാർ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു മോഷണം നടക്കുന്നത് ആദ്യമായാണ്. അതീവ രഹസ്യമായിട്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതെങ്കിലും തലസ്ഥാനത്തെ ഞെട്ടിച്ച ഈ കവർച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുമെന്നുറപ്പാണ്.